ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാനുള്ള പുറപ്പാടില്ല ഒരു കാട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം കട്ട് ചെയ്ത് കിട്ടിയപ്പം ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടി. ആ സ്ക്വയർ ഷേപ്പിനെ നമ്മൾ സർക്കിൾ ഷേപ്പ് ആക്കുക എന്നുള്ളതാണ് അടുത്ത. ആദ്യം ഒരു വലിയ സർക്കിൾ വരയ്ക്കുക. അതിന് കേക്ക് സ്റ്റാൻഡ് തന്നെയാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് ചെറിയ സർക്കിൾ വരയ്ക്കാം എന്നാണ് കരുതിയത്, പക്ഷെ പറ്റിയില്ല. അതിന് പാത്രം വേണ്ടി വന്നു. അപ്പം അതിൻ്റെ സൈഡും ആ അകത്തെ സർക്കിളിൻ്റെ ആ ഒരു ഇതും എടുത്ത് കളയേണ്ടതാണ്. എടുത്ത് കളഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് കിട്ടി. അതിനെ നമ്മൾ ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് തലങ്ങും വിലങ്ങും ഒട്ടിച്ചു കൊടുക്കുക. ഈ ക്രീപ്പ് പേപ്പർ ഞാൻ ഗ്രീൻ കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് എടുത്തത്. നല്ലത് ബോട്ടിൽ ഗ്രീൻ കളറാണ്. അടുത്ത പേപ്പർ കുനൂന ഇതിൻ്റെ മണ്ടയ്ക്ക് പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. അത് നമ്മൾ ബോട്ടിൽ ഗ്രീൻ കളർ തന്നെ കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് അതിനെ കുനൂന കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്ത് അത് കട്ട് ചെയ്ത ഓരോ പേപ്പറും ഇങ്ങനെ പെൻസിലിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ ഗമ്മിൽ മുക്കിയിട്ട് ഒട്ടിക്കുക. നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. കട്ട് ചെയ്യുക, എടുക്കുക, ഒട്ടിക്കുക. അങ്ങനെ ഇത് ഫുൾ ചെയ്ത് കഴിയുമ്പം നല്ല രസമൊക്കെ കാണാൻ. ഇങ്ങനെ പച്ച പുല്ലിങ്ങനെ നിൽക്കുന്ന പോലെ ഒത്ത ഒരു എഫക്റ്റാണ്. അങ്ങനെ ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം, ഇത്രയും ചെയ്ത് കിട്ടിയല്ലേ എന്നുള്ള ഒരു ഹാപ്പി മൈൻഡ് വരും. മോനും വെച്ച് നോക്കും. അപ്പോൾ അവനത് ലൈനായിട്ടാണ് തോന്നിയത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ പെറ്റൽസ്. അത് ഒരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ പെറ്റൽസ് എടുക്കുന്നതാണ് ഭംഗി. ഇങ്ങനെ എടുത്തു. ഒരു ഫ്ലവറിന് നമുക്ക് 7 പെറ്റൽസ് വേണം. അപ്പം താഴെ ഗമ്മുള്ള ഷീറ്റാണ് ഇത്, ഈ ഗ്ലിറ്റർ ഷീറ്റ്. അതിപ്പോൾ ഓരോന്നിങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതിയാവും. നമ്മൾ ഈ ഒരു പൂവല്ലാത്ത സാധാരണ നമ്മളൊരു വട്ടത്തിലുള്ളൊരു പൂ വരയ്ക്കുമല്ലോ, അത് എടുത്തിട്ടൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പം ഇതെടുത്തപ്പോഴാണ് അതിനൊരു എടുപ്പ് വന്നത്. വെച്ച് നോക്കിയപ്പോഴൊക്കെ അതിന് താഴെ മുത്ത് അതും ഒരു 7 മുത്ത് തന്നെ എടുത്തു ഒട്ടിച്ചിട്ടുണ്ട്. ഗോൾഡൻ കളർ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച് അത് ഒരു തുണി എടുത്തിട്ട് നമ്മൾ സൈഡ് അടിച്ചിട്ട് ഒരു റിബൺ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. റിബൺ നമുക്ക് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് ഒത്തു വരുന്നുണ്ടത്. ഇനി അത് കെട്ടിയെടുക്കണം. കെട്ടിയെടുത്തു. ഓക്കെ, ഞാൻ തുണിയാണ് എടുത്തേക്കുന്നത്. ഇനിയും ഈ പൂക്കളെല്ലാം വെച്ചു. അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ്, ഒരു ഗോൾഡൻ കളർ കൂടെ ഉണ്ടെങ്കിൽ രസമായേനെ. അങ്ങനെ ഗോൾഡൻ കളറിനുള്ളത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തന്നപ്പം നമുക്ക് ക്ലേ കിട്ടി. ആ ക്ലേ നമുക്ക് ഗമ്മിനകത്ത് പൊതിഞ്ഞിട്ട് ഗ്ലിറ്റർ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകളായിരുന്നു. ആ ഗ്ലിറ്ററിനെ നമ്മളിതിലേക്ക് പൊതിയാം. ഗോൾഡൻ കളർ എടുക്കുന്നതായിരിക്കും ഒരു ഭംഗി. അങ്ങനെ ആദ്യം ഒരു 3 സെറ്റ് ഇട്ടു. അതിനെ എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത 3 സെറ്റ്. ടോട്ടൽ ഞാനൊരു 6 സെറ്റ് ഇതെടുത്തിട്ടുണ്ട്. 6 സെറ്റ് 3 സെറ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വെക്കണം. ഒരു ഗമ്മല്ലേ അതിലെല്ലാം. അതിന് ഫെവിക്വിക്ക് വെച്ചാൽ ഇത് ഒട്ടിച്ചേക്കുന്നത്. മറ്റേ സാധാ പൂക്കളെല്ലാം ഗമ്മ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. എൻ്റെ സാറേ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു സന്തോഷം. അങ്ങനെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.